കൊടുവള്ളി ടൗണിലെ രൂക്ഷമായ ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാൻ നഗരസഭയുടെ ഇടപെടലിന്റെ ഭാഗമായി ആദ്യഘട്ട ട്രാഫിക് ക്രമീകരണ നടപടികളുടെ രൂപരേഖ തയ്യാറായി. കൊടുവള്ളി നഗരസഭാ അധ്യക്ഷ സഫീന ഷമീറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റിയുടെ യോഗത്തിലാണ് അന്തിമ രൂപരേഖ തയ്യാറാക്കിയത്. ഇതനുസരിച്ച് കൊടുവള്ളി ബസ് സ്റ്റാൻഡ് പരിസരത്തുണ്ടാകുന്ന ഗതാഗതക്കുരുക്ക് കുറയ്ക്കാനുള്ള 10 നിർദ്ദേശങ്ങളാണ് ആദ്യഘട്ടത്തിൽ നടപ്പാക്കുക. ഇതിനായി നരുക്കിനി റോഡിൽ നിലവിലുള്ള ഓട്ടോറിക്ഷ പാർക്കിംഗ് ഒഴിവാക്കാൻ തീരുമാനിച്ചു. നരുക്കിനി റോഡിന്റെ തുടക്കത്തിലുള്ള തെക്കുഭാഗത്തെ 2 മരങ്ങൾ മുറിച്ചുമാറ്റി റോഡിന്റെ സൗകര്യം വിപുലപ്പെടുത്തും. ബസ് സ്റ്റാൻഡിന്റെ വടക്കേ അറ്റത്തുള്ള മരം മുറിച്ചുമാറ്റാനും അതിലൂടെ ബസ് സ്റ്റാൻഡിലേക്ക് വാഹനങ്ങൾ സുഗമമായി പ്രവേശിപ്പിക്കാനും തീരുമാനിച്ചു. താമരശ്ശേരി ഭാഗത്തേക്ക് പോകുന്ന ബസ്സുകളുടെ സ്റ്റോപ്പ് കൊടുവള്ളി സഹകരണ ബാങ്കിനും MPC ആശുപത്രിക്കും ഇടയിലെ പുതിയ കെട്ടിടത്തിന് മുൻപിലേക്ക് മാറ്റാനും അവിടെ ബസ് ബേ യാഥാർത്ഥ്യമാക്കാനും തീരുമാനിച്ചു. സാഞ്ചി ഹൈപ്പർ മാർക്കറ്റിന് മുൻപിലെ വീതി കൂടിയ സ്ഥലത്ത് ബസ് ബേ നിർമ്മിക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കാനും ധാരണയായി. കോഴിക്കോട് ഭാഗത്തു നിന്ന് താമരശ്ശേരി ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ സിറാജ് ബൈപ്പാസ് റോഡിലൂടെ വൺ വേ ആയി കടത്തിവിടും. ഇവിടെ പാർക്കിംഗ് നിരോധിക്കുന്നതിനും റോഡിൽ ക്യാമറ സ്ഥാപിക്കുന്നതിനും തീരുമാനിച്ചു. MPC ജംഗ്ഷനിൽ നിന്നും മാനിപുരം റോഡിൽ 3 വരിയായി ഡിവൈഡർ സ്ഥാപിക്കുന്നതിനും സിഗ്നൽ ലൈറ്റ് സ്ഥാപിക്കുന്നതിനും തീരുമാനിച്ചിട്ടുണ്ട്.